നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര അസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളുടെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശനി ദോഷത്തെക്കുറിച്ചും ശനിയുടെ ഗുണങ്ങളെയും ദോഷഫലങ്ങളെയും വിസ്തരിച്ചിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, എങ്കിലും എല്ലാവരും ക്ഷമിച്ചത് കേൾക്കുക. നിങ്ങളുടെ ശനിയോടുള്ള അല്ലെങ്കിൽ ശനി ഭഗവാനോടുള്ള ആ മിഥ്യാധാരണകൾ നിങ്ങളെ വിട്ടുപോകും എന്നുള്ളതാണ് പറയാം. ഇതിൽ നമുക്ക് പറയുന്നത് 27 നക്ഷത്രങ്ങളാണ്. ശരിക്കും ഒരു നക്ഷത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ മൊത്തമായിട്ടുള്ളത്. ഇതിൽ പറയുന്നത് 3 എണ്ണമാണ് ഈ ശനീശ്വരൻ്റെ നക്ഷത്രം എന്ന് പറയും. ശനി ദശാകാലഘട്ടങ്ങളിലുണ്ടാകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ ജനിക്കുന്നത് ശനിദശയിലാണ്. ജ്യോതിഷത്തിൽ ശനി ഭഗവാന് മന്ദൻ എന്നുള്ള പേരും ഉണ്ട്. ശനിയെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുക. മാ എന്നാണ് ഗ്രഹനിലയിൽ ഉണ്ടാവുക. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. 29 വർഷവും 5.5 മാസം കൊണ്ട് ശനി സൂര്യഭഗവാനെ ഒരു പ്രദക്ഷിണം വയ്ക്കും എന്നുള്ളതാണ് പറയാം. ഒരു രാശിയിൽ 2.5 വർഷമാണ് ഉണ്ടാവുക. അതിൻ്റെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ചാണ് ഇത് പറയുന്നത്. മകരം, കുംഭം എന്നിവ സ്വക്ഷേത്രവും, തുലാം രാശി വന്നിട്ട് ഉച്ചസ്ഥനും, മേടം രാശി നീചസ്ഥനുമാണ് എന്നുള്ളതാണ് പറയാം. ശനിദശാകാലം 19 വർഷമാണ്. ഈ ഒരു കാലഘട്ടങ്ങൾ വളരെ നല്ല ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. 7.5 ശനി, കണ്ടകശനി, ശനിദശ എന്ന് കേട്ടാൽ പലർക്കും ഭയമുള്ളൊരു കാലഘട്ടമായിരിക്കും. പക്ഷേ ശനി വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ്. ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ശനിദശാകാലത്ത് ആണ് എന്നെടുത്ത് പറയാം. ആ ശനി ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം എന്നിവയിലെ സ്ഥിതിയാണ് എങ്കിൽ, ഉച്ചരാശിയിലേക്ക് അംശയിക്കുകയും ശുഭഗ്രഹത്തോടുകൂടി നിൽക്കുകയുമാണ് എങ്കിൽ ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി എന്ന് പറയും. ഈ ഒരു കാലഘട്ടം തന്നെ നമുക്ക് വളരെ ഗുണങ്ങൾ തരുന്ന ഒരു കാലഘട്ടമായിരിക്കും. പഞ്ചമഹായോഗങ്ങളിൽ ശനിയെ കൊണ്ടുള്ള യോഗമാണ് ശശമഹായോഗം എന്ന് പറയുന്നത്. ശനി സ്വക്ഷേത്രസ്ഥനായിട്ടോ മൂലക്ഷേത്രസ്ഥനായിട്ടോ ഉച്ചക്ഷേത്രസ്ഥനായിട്ടോ ബലവാനായി ലഗ്നകേന്ദ്രാദികളിൽ നിന്ന് ശശമഹായോഗവും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജ്യതുല്യ പദവിയും മാതൃഭക്തിയും ധാരാളം ജോലിക്കാരും നിങ്ങളുടെ കീഴിൽ ഉണ്ടാവുകയും വളരെയധികം കൃഷിസ്ഥലം ഉണ്ടാവുകയും കൃഷിയിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുകയും ദേശഗ്രാമാധിപത്യവും നീതിന്യായ വകുപ്പ്, പോലീസ്, പട്ടാളം എന്നീ മേഖലയിൽ ഉന്നത അധികാരത്തോടു കൂടിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശശമഹായോഗത്തിൻ്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. പാപഗ്രഹങ്ങളിൽ പ്രഥമനായ ശനി സൂര്യൻ്റെ പുത്രനാണ് എന്നുള്ളത് പറയുന്നു. ശനിയുടെ മിത്രഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. സമാനമായ ഗ്രഹം വ്യാഴമാണ്. അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ശത്രുക്കളുമാണ്. ആയുസ്സുകാരകനായ ശനി എല്ലാ രോഗദുരിതങ്ങൾക്കും കാരകനാണ്. ഭയം, അപമാനം, ജീവിതത്തിലെ അസ്ഥിരത, അപവാദങ്ങൾ, വൃത്തിയില്ലായ്മ, സാമ്പത്തിക ബാധ്യത, അലസത, ജയിൽവാസം, ബന്ധനം, അംഗഹീനത, സേവകൻ, നീചൻ, ചുമട് ചുമക്കുന്നവൻ, കൊല്ലപ്പണി എന്നീ വിഷയങ്ങൾ ശനിയെ കൊണ്ടാണ് ചിന്തിക്കാറ്. ഇടവം, തുലാം എന്നീ രാശികളിൽ ലഗ്നമായി ഇരിക്കുന്നവർക്ക് ശനി യോഗകാരകനാണ്. ശനി ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്നതും ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. തുലാം, മകരം, കുംഭം എന്നീ രാശികളിൽ 10ാം ഭാവമാവുകയും ശനി അനുകൂല സ്ഥാനമാവുകയും ചെയ്താൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകളും അനുഭവപ്പെടും. ശനി ഒരിക്കലും സ്ഥിരമായ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹം അല്ല. 10ലെ ശനി പ്രവർത്തനശേഷിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. 10ലെ ശനിയുടെ സ്ഥിതി, അംശകം എന്നീ പൊതു പ്രവർത്തന രംഗത്തെ നേതൃസ്ഥാനത്ത് വരുവാൻ ഗുണകരമാണ്. വ്യാഴക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ശനി ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാക്കും. സ്ഥാനമാനങ്ങളും നീതിനിഷ്ഠ, സൈന്യാധിപത്യം, ഗ്രാമാധിപത്യം, നല്ല ബന്ധുക്കൾ, നല്ല സുഹൃത്തുക്കൾ എന്നിവ നൽകും. ഇനി ശനി 3, 6, 11 ഭാവങ്ങളിലെ ശനിയുടെ സ്ഥിതി പൊതുവെ ഗുണകരമായി കണക്കാക്കാറുണ്ട്. ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും യോഗം, വീക്ഷണം എന്നിവ ശനിയുടെ പാപത്വത്തെ കുറയ്ക്കുവാൻ സഹായകമാണ് എന്നുള്ളതും കൂടി പറയുന്നു. എന്നാൽ കുജൻ്റെ യോഗം, വീക്ഷണം പാപത്വത്തെ കൂട്ടുന്നു. ഇങ്ങനെ ഗ്രഹസ്ഥിതി ഉള്ളവർ വാഹനം ഓടിക്കുമ്പോൾ ജീവിതത്തിലുടനീളം ജാഗ്രത പുലർത്തണം എന്നാണ് പറയുക. എന്താണ് കണ്ടകശനി? ഒരാൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ കൂറ്, മേടക്കൂറ്, ഇടവക്കൂറ് പറയുന്ന പോലെ ഏതാണോ അയാളുടെ ജന്മക്കൂറ്. ഗ്രഹചാരവശാൽ ശനി ഒരാളുടെ ജന്മക്കൂറിൻ്റെ 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയുന്നു. കണ്ടകശനി കാലം 2.5 വർഷമാണ്.
കണ്ടകശനി കാലഘട്ടം പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കണ്ടകശനി കാലഘട്ടം. ദുഃഖമായ അനുഭവങ്ങൾ ഉണ്ടാവുക, വഴക്കുകൾ ഉണ്ടാവുക, അലഞ്ഞു തിരിഞ്ഞു നടക്കുക, സ്ഥാനഭ്രംശം സംഭവിക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ, കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ, പരസ്പരം വെറുക്കപ്പെടുക, അപമാനം, അപവാദ പ്രചരണങ്ങൾ, മരണതുല്യമായ അനുഭവങ്ങൾ, അപകടം, കേസുകൾ, ജയിൽവാസം എന്നീ ദോഷങ്ങൾ അനുഭവപ്പെടാം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ 4-ാം ഭാവത്തിലാണ് കണ്ടകശനി നിൽക്കുന്നതെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളും, 7-ാം ഭാവത്തിലാണ് എങ്കിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങളും, 10-ാം ഭാവത്തിലാണ് എങ്കിൽ തൊഴിൽപരമായ പ്രശ്നങ്ങളും, അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിൽ വരാനുള്ള സാധ്യതകൾ കൂടി പറയുന്നുണ്ട്. ഈ 4-ാം ഭാവം എന്ന് പറയുന്നത് മാതാവ്, കുടുംബം, വീട്, വാഹനം എന്നിവയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മാതാവിനും പിതാവിനും രോഗങ്ങൾക്കും, ഭാര്യാപുത്രാദികൾക്ക് രോഗദുരിതങ്ങൾ, കുടുംബകലഹങ്ങൾ, വീടിനും വാഹനത്തിനും കേടുപാടുകൾ സംഭവിക്കുക, വീട് വിട്ടു പോവുക, ധനനഷ്ടം, തസ്കരശല്യം, അന്യദേശവാസം, കുടുംബാധിപത്യ ബാധ്യതകൾ എന്നീ ദോഷങ്ങളാണ് പറയാം. 7-ാം ഭാവമാണ് ഭാര്യാസ്ഥാനമാണ്. ഭാര്യാപുത്രാദികൾക്ക് ദോഷഫലങ്ങൾ, ധനനാശം, കാര്യവിഘ്നം, മനക്ലേശം, യാത്രയിൽ ദുരിതാനുഭവങ്ങൾ, ഭാര്യാഗൃഹത്തിൽ ദോഷാനുഭവങ്ങൾ, ബന്ധുക്കളുമായി തർക്കങ്ങൾ, കലഹങ്ങൾ, അപകടങ്ങൾ എന്നിവയാണ് പറയുക. 10-ാം ഭാവമാണ് എങ്കിൽ 10-ാം ഭാവം കർമ്മഭാവമാണ്. ജോലിയിൽ വിഘ്നങ്ങൾ സംഭവിക്കുക, ജോലിയിൽ അലസത വരിക, ജോലി സംബന്ധമായ അലച്ചിലുകളുണ്ടാവും, സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ, മേലധികാരികളുടെ അതൃപ്തി, ജോലിയിൽ കൃത്രിമം കാണിക്കുക, സ്ഥാനചലനം, ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ അപകടം എന്നീ അരിഷ്ടഫലങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് ജാതകൻ അനുഭവിക്കുന്ന ദശാപഹാരങ്ങൾ ശുഭഗ്രഹങ്ങളുടേതാണെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ഇനി 7-ര ശനി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക, അലസത, അലഞ്ഞു തിരിഞ്ഞു നടക്കുക, ധനനഷ്ടം, ദാരിദ്ര്യാവസ്ഥ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി ലഭിക്കാൻ താമസം, അന്യദേശത്ത് ജോലി ലഭിക്കുക, വിരഹം, സ്ഥാനഭ്രംശം, മുൻകോപം, നീചപ്രവർത്തികൾ ചെയ്യുക, ദുഷിച്ച ചിന്തകൾ, നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മാരക പ്രവർത്തികളിലൂടെ കുറ്റങ്ങൾ ഏൽക്കേണ്ടി വരിക, ബന്ധുക്കളും മാതാപിതാക്കളും ഭാര്യാപുത്രാദികളുമായി കലഹങ്ങൾ, പോലീസ് കേസ് അനുഭവിക്കുക, കോടതി കയറുക, ജയിൽവാസം അനുഭവിക്കുക, വീടിന് കേടുപാടുകൾ സംഭവിക്കുക, വീട് വിൽക്കേണ്ടതായ അവസ്ഥകൾ വരിക, രോഗം, മരണം എന്നിവ ഗൃഹത്തിലുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. കേസുകളിൽ പരാജയപ്പെടുന്നതായിരിക്കും, രോഗങ്ങൾ ശല്യപ്പെടുത്തും, മറ്റുള്ളവരുമായി യാചിക്കേണ്ട അവസ്ഥ വരും, ആപത്ത്, അപമൃത്യു എന്നിവ ഉണ്ടാകുന്നതാണ് 7-ര ശനിയുടെ ഫലങ്ങൾ. ഇവയുടെ ദശാപഹാരങ്ങൾ നല്ലതാണെങ്കിലും അതായത് ആ സമയത്ത് നിങ്ങൾക്ക് ദശാപഹാരങ്ങൾ നല്ല കാലഘട്ടങ്ങളിലാണ് എങ്കിൽ നിങ്ങൾക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്നുള്ളതാണ് പറയാം. എങ്കിൽ കൂടിയും ഇവിടെ എന്ന് പറയുന്നത് 7-ര ശനി എന്ന് പറയുന്നത് ജന്മക്കൂറിൻ്റെ 12-ാം ഭാവത്തിലും ജന്മത്തിലും 2-ാം ഭാവത്തിലും ശനി നിൽക്കുന്ന കാലമാണ് 7-ര ശനി. ഇത് 7-ര കൊല്ലം ഉണ്ടാവുന്നതാണ്. പൊതുവെ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ ശനീശ്വര പ്രീതി വരുത്തി, ശനീശ്വര ദോഷ നിവാരണ പൂജ ചെയ്ത്, ശനീശ്വര ഹോമം നടത്തി, ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതരി, ഭൈരവന് ശനിയാഴ്ച രാഹുകാല സമയത്ത് വെറ്റിലമാല അണിയിച്ച് പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ സേവിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ സർവ്വവിധമായ ദോഷങ്ങളും ശമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ശനിയുടെ മന്ത്രങ്ങളായ ഓം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്ഥാണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്ന മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ഒരു 21 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൽ കാണുന്നതായ ശനിയുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് നിങ്ങൾക്ക് ഗുണങ്ങൾ തരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ശശമഹായോഗങ്ങളിൽ പറഞ്ഞ സകലവിധமான രാജതുല്യ പദവി, മാതൃഭക്തിയും, ധാരാളം ഐശ്വര്യങ്ങളും, അതേപോലെ തന്നെ കൃഷിഭൂമിയിലുള്ള ഉന്നത വിളവ് കാര്യങ്ങളും പണം വന്നു ചേരാനുമുള്ള ഒരു സാധ്യതകളുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ശനിയാഴ്ച വ്രതം നോൽക്കുന്നതും ഈ ശനീശ്വര മന്ത്രമായ ഓം കാഗദ്വജായ വിദ്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ന പ്രചോദയാൽ ഈ ഗായത്രി മന്ത്രം 108 പ്രാവശ്യം ജപം ചെയ്യുന്നതും നിങ്ങളുടെ ദോഷകാഠിന്യത്തെ കുറയ്ക്കുകയും അതിലൂടെ ശനിപ്രീതി വരികയും ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം മാറി ഗുണങ്ങൾ കൊടുക്കുവാനും സാധിക്കുന്നതായിരിക്കും. ഈ മന്ത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശനി ദോഷങ്ങൾ നിങ്ങളുടെ 7 അയലോകത്ത് വരല്ല. ഇത് ഞാൻ പറയുന്ന വാക്കാണ്, സത്യം.